പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ട്രെയിനിയെ സ്കൂളിലെ വിനോദയാത്രയ്ക്ക് പങ്കെടുപ്പിച്ചതും തുടർന്നുണ്ടായ സംഭവവും വിവാദവും. ഇതുമായി ബന്ധപ്പെട്ട് വിനോദയാത്രയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് വിശദീകരിച്ച മുൻ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി രാഘവൻ. സ്കൂളിൽ നിന്ന് പഠനയാത്രയ്ക്ക് പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം നടത്തേണ്ടതുണ്ട്. ആ യോഗത്തിൽ ഒരു പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ ആ യോഗം നടത്തി ഒരു അധ്യാപകന് ഈ ടൂറിൻ്റെ കാര്യത്തിന് ഒരു ചുമതല നൽകും. അപ്പോൾ ഈ ചുമതല നൽകുമ്പോഴും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വരുന്നത് പ്രിൻസിപ്പളിനും അതേപോലെ ഹെഡ് മാസ്റ്റർക്കുമാണ് വരുന്നത്. PTA ഒരു പ്രതിനിധി കൂടി ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ വിളിക്കുന്ന ഈ മീറ്റിങ്ങിൽ PTA പ്രതിനിധി അടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് വരേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം വരുന്നത് എസ്കോർട്ടിംഗ് ആയിട്ട് പോകുന്നതിന് സ്കൂളിലെ ടീച്ചേഴ്സ്, സ്റ്റാഫ് എന്നിവരെ പിന്നെ PTA ഒരംഗം എന്ന രീതിയിൽ അവരെയും നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പ്രിൻസിപ്പളിന് വിശ്വാസം ഉണ്ട് എങ്കിൽ ഇതില്ല അല്ലറ ചില്ലറ കാര്യങ്ങളിലൊക്കെ ചെറിയ ഭേദഗതി വരുത്തുന്നുണ്ടാകാം. കാരണം കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ വരുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ പോകുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരാഴ്ച മുമ്പേ തന്നെ RTOവിന് ഈ ഞങ്ങൾ ഇന്ന ടൂറിന് പോകുന്നുണ്ടെന്നും ഇന്ന വാഹനമാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് പറയുന്ന ഒരു അറിയിപ്പ് കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചെക്കിങ് അവരുടെ വാഹനം ഫിറ്റാണ് എന്ന് പറയുന്ന രീതിയിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അടക്കം നമുക്ക് ആവശ്യം ഉണ്ട്. അപ്പോൾ ടൂറിന് പോകുന്നതിന് ഈ തരത്തിലാണ് സ്കൂളുകളിൽ പൊതുവെ കാര്യങ്ങൾ ഉണ്ടാവുക. പിന്നെ സ്കൂൾ ടൂർ നടത്തുന്നത് 3 ദിവസമാണ് മാക്സിമം ഇതിന് അനുവദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആ ടൂറ് നടത്തുന്നതിൽ തന്നെ രാത്രി 10 മണി മുതൽ രാവിലെ 5 വരെ ടൂറ് ആയിട്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നുകൂടി ഈ അപകടങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ രണ്ടാമത് ഗവൺമെൻറ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയുള്ള സർക്കുലറിൽ 15 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിലായിരുന്നു ഉണ്ടായത്. അതിപ്പോഴും കുറച്ചിട്ട് ഏകദേശം പകുതിയോടടുത്തിട്ട് 8 പറയുന്ന രീതിയിലേക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടൂറുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാൻ ഉള്ളത്. പിന്നെ ടൂറിനെ സംബന്ധിച്ചിടത്തോളം സുഗമമായി നടത്തുന്നതിനുള്ള മുൻകരുതൽ മുഴുവൻ എടുക്കേണ്ടത് പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ ചുമതലയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാലും അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തി പ്രിൻസിപ്പലായിരിക്കും. സ്കൂൾ ടൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായാൽ തന്നെ ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ടത് സ്കൂൾ പ്രിൻസിപ്പൾ, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള അധ്യാപകൻ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കാര്യങ്ങളിൽ ഉള്ളത്.